ഇത് കണ്ടോ, ഇത് ഒരെണ്ണം ഒടിച്ചു നോക്കിയത് ഭയങ്കര, പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആണല്ലേ? ഭയങ്കര ടേസ്റ്റാ. കണ്ടോ, നാരില്ല നോക്കിയേ, ഇത് കണ്ടോ, ഇത് ഫുള്ള് ക്യാബേജ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാ. ഓ, ഇങ്ങനെ ഒടിച്ചാല് ഓക്കെ. ഈ ആഴ്ച ഇത്ര എടുത്തു, അടുത്ത ആഴ്ച നമുക്ക് ഈ ഇലകൾ എടുക്കാം. ഇത് നമ്മള് കട്ടപ്പനയില് ഈട്ടിത്തോപ്പാണ്. ഈ പേര് പറയാൻ, ഈ സ്ഥലം പറയുമ്പോൾ തന്നെ ചിലപ്പോൾ പക്ഷേ എവിടെയാണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കണം. കാരണം ഞാനൊരു സെലിബ്രിറ്റി കർഷക എടുത്തേക്കാം. നമ്മൾ ഈ കർഷകരൊക്കെ സെലിബ്രേറ്റ് ആകുന്ന നമ്മൾ ഭയങ്കര സന്തോഷമുള്ള കാഴ്ചയാണല്ലേ. കാരണം നമുക്ക് വേണ്ടിയൊക്കെ അവർ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരല്ലേ. ദേ നമ്മുടെ ആളാണ് ഇതാ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ആളെ മനസ്സിലായി കാണും. അതായത് നമ്മുടെ ബിൻസി ഫാമിലെ ബിൻസിയാണ്. ഞങ്ങൾ ഏകദേശം 3.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്നത് അല്ലേ? നോക്കിയേ, സാധാരണ കാണുന്ന കൃഷിയല്ല ഇവിടെ നമ്മൾ കാണുന്നത്. ഇതേ സംഭവം കെയില് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഈ സ്ഥലം എങ്ങനെയുണ്ട് ബിൻസിജി? പുതിയ സ്ഥലം നമ്മുടെ കൃഷിക്ക്, നമ്മളുടെ രീതിയിലുള്ള കൃഷിക്ക് കുറച്ച് പോരായ്മയുണ്ട്. നല്ല മണ്ണ് റെഡിയാക്കി എടുക്കണം. ചിലപ്പോൾ നമ്മൾ കൃഷിയിൽ നിന്ന് കുറച്ച് വേറെ രീതിയിലേക്കൊക്കെ പരീക്ഷിക്കണം. നമ്മുടെ അവിടെ നല്ല തണുപ്പുള്ള, എല്ലാം ഇടുക്കി തന്നെയാണെങ്കിലും നമ്മുടെ അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ശീതകാല കൃഷികൾക്ക് നല്ല അനുയോജ്യമായിരുന്നു. ഇവിടെ കുറച്ചുകൂടെ ചൂട് കൂടുതൽ. ഇതിപ്പോ കെയിലാണല്ലേ? ഇതിപ്പോ എത്ര ഉണ്ട്? ഇതൊരു 600 ചെടിയൊക്കെ. 600 ചെടിയാണല്ലേ? ഇത് നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇതെല്ലാ കാലാവസ്ഥയിലും ഉണ്ടാവും. ക്യാബേജ് ഒക്കെ നമുക്ക് ഉണ്ടാവാത്തത് എന്താന്ന് ചോദിച്ചാൽ ഇലയുണ്ടാവും. ക്യാബേജിന്റെ തൈ വെക്കുമ്പോൾ നമുക്ക് ഇലയുണ്ടാവും. ക്യാബേജ് മുട്ട കൂടത്തില്ല. അതുപോലെ കോളിഫ്ലവർ പൂ ഉണ്ടാകത്തില്ല. പക്ഷെ ഇത് അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ, ഇല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഞാനും വീട്ടിൽ കൊണ്ട് വെക്കട്ടെ. ഇത് നല്ല ഭയങ്കര ഗുണമുള്ള സാധനം, ഭയങ്കര ഗുണവുമാണ്. ചെടി പോലെ വേണം. അതെ, ചെടി പോലെ നമുക്ക് വെക്കാം. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയല്ലേ, ചുരുണ്ടിരിക്കുന്ന ഒരു ചെടിയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാ. ചീരയാണല്ലേ? ചീര എത്തിപ്പെട്ടാണ്. അതെ അതെ. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ചീരകളൊക്കെ തോരൻ വെക്കുമ്പോ ഇങ്ങനെ അവിഞ്ഞൊക്കെ പോകും. ഇത് അങ്ങനൊന്നുമല്ല. എത്ര ഉണ്ടോ അത്രയും തന്നെ ചട്ടിക്കകത്തുണ്ടാവും. 2 ഇല ഉണ്ടെങ്കിലും മതി. എത്ര നാളാ ഇതിന്റെ ഒരു നമ്മൾ എടുക്കുന്നത്, ഇല ഒടിക്കുന്നത്? ഇതൊരു 45-50 ദിവസം കൊണ്ട് നമുക്ക് ഇല എടുത്തു തുടങ്ങാം. പിന്നെ നമുക്ക് കുറെ ഒരു 6 മാസം ഒക്കെ. ഞാൻ ചോദിക്കട്ടെ, ഈ നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മൾ ഇല ഒടിച്ചാലേ രണ്ടാമടുത്ത് വേറെ ഇല വരുവോ? ഇതല്ലേ, ഇത് നമുക്ക് മുകളിലോട്ട് ഇല വന്നോണ്ടിരിക്കുക. നമ്മളിപ്പോ ഒടിക്കുന്നത് ഇങ്ങനല്ലേ? ഉണ്ടോ? ഓ, ഇങ്ങനെ ഒടിച്ചാല് ഈ ആഴ്ച ഇത്ര എടുത്തു, അടുത്ത ആഴ്ച നമുക്ക് ഈ ഇലകൾ എടുക്കാം. അതിന്റെ അടുത്ത ആഴ്ച ഈ ഇലകൾ എടുക്കാം. അപ്പൊ ഒരു ചെടി എത്ര നാൾ നിൽക്കും? 6 മാസം. 6 മാസമല്ല, 1.5 വർഷം വരെ നിൽക്കും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇല ഒടിച്ചോണ്ടിരിക്കുന്നത് കൊണ്ട് 6 മാസം. അതാണ് ഒരു ചെടിയെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാ. ഇതാണ് നമ്മുടെ കെയിലേ. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് ഉണ്ടല്ലോ ആവശ്യത്തിന്. ഇത് ഫുള്ള് ക്യാബേജ് ആണ്. ഇതൊക്കെ ഓൾറെഡി ആയി വരുന്നതേ ഉള്ളൂ അല്ലേ? ഇത് അങ്ങേറ്റം വരുന്നുണ്ടല്ലേ? നമ്മുടെ അതിരതാണോ? അതൊരു കുറച്ചുകൂടെ അപ്പുറത്ത് അവിടെ ചേനയൊക്കെ നിൽപ്പുണ്ട്. അതിന്റെ കുറച്ച് ചേനയുണ്ട്. ഈ സെക്ഷനും നമ്മളിതേ ഇങ്ങോട്ട് നോക്കിയേ, ഇത് കണ്ടത് ഈ അവിടെയും ഫുള്ള് ക്യാബേജ് ആണ്. നോക്കിയേ, ഇത് ഫുള്ള് ക്യാബേജ് ആണ്. ഇത് ഇച്ചിരി ബാക്കോട്ട് പോയ സാധനം കാണിച്ചാൽ ഇത് കണ്ട, ഇതൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞാണ് അല്ലേ ബിൻസി? എന്താ ഇത്രയും വേസ്റ്റ് നോക്കിയേ. ഇത് കണ്ട, മഴയായതുകൊണ്ട് എന്തോ ഫംഗസ് ബാധ വന്നതാ. ഫുള്ള് പോയല്ലേ? ഇത് അങ്ങോട്ടേക്ക് തിരിച്ചേ. ഇത് കണ്ട, ഈ കിടക്കണത് മുഴുവനും പറിച്ച് കളഞ്ഞാ. നോക്കിയതുണ്ടാ എന്തോരാന്ന് നോക്കിയേ. എന്നിട്ട് പറയും ജൈവ കൃഷിക്ക് വില കൂട്ടിയാ പറയൂല്ലേ? നോക്കിയേ, ജൈവ കൃഷി എന്നാ വില വാങ്ങിക്കണം എന്ന് പറയും. ഇത്ര സാധനം എല്ലാരും വിചാരിക്കുന്നേ, ഇതങ്ങോട്ട് നട്ടു വെച്ചാൽ അങ്ങ് ഉണ്ടായി വരുമല്ലോ എന്നുള്ളതാണ്. നമുക്കല്ലേ അറിയത്തുള്ളൂ അതിനകത്ത് എന്തോരം സാധനമാണ് നഷ്ടപ്പെട്ടു പോണത്, വേസ്റ്റ് ആയി പോണത്. നമ്മൾ 4-5 കിലോ പറിച്ചെടുത്താണ് ഈ കിടക്കുന്ന സാധനമൊക്കെ വേസ്റ്റ്. നോക്കിയതുണ്ടാ, ഇത് ഫുള്ള് വേസ്റ്റ് പോയിരിക്കുകയാണേ. ഇനിയിപ്പോൾ നമ്മൾ കട്ടി വെച്ച് കാണിച്ചില്ല നിങ്ങളെ, അതുകൊണ്ട് കാണണമല്ലോ. ഇതാണ് നമ്മുടെ ഇന്ന് ഇവിടുന്ന് ഇപ്പോൾ വിളവെടുത്തോണ്ടിരിക്കുന്നത് അല്ലേ? ചേട്ടനെ എടുത്തോണ്ടിരുന്ന വന്നപ്പോൾ. ഇതൊക്കെയാണ് നമ്മുടെ ക്യാബേജ് ഫ്രഷ് ഒച്ച കേട്ടോ. അതാണ് ഫ്രഷ്. വെക്കണ്ട പോയി നോക്കണ്ട. ആ ഒരു എന്താ പറയാ, ഈ ബലൂണിൽ ഇങ്ങനെ തടകം പൊളച്ചാ നോക്കിയേ. ഇതാണ് അത് തന്നെ. ഇപ്പൊ പറിച്ചെടുത്തത്, ഇപ്പൊ ഇങ്ങോട്ട് പറിച്ചെടുത്തേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സെക്ഷൻ നോക്കിയേ, ഇത് അങ്ങേ അറ്റം വരെയും സൈഡിൽ ഇങ്ങനെ ക്യാബേജ് വെച്ചിരിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഈ തോട്ടത്തിൽ ഈ വർഷത്തെ ഏറ്റവും വലുത് ഇതൊക്കെ ആയിരിക്കും. പണ്ട് വലുതൊക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോ ഒന്നുമല്ല. പക്ഷേ വെട്ടാം. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ കേട്ടോ രഞ്ജിത്ത്. അതെ, നമ്മൾ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെയായിരുന്നു ബിൻസിജിനെ എൻട്രി ചെയ്യിച്ചത് ഫസ്റ്റ് വീഡിയോക്കകത്ത്. ഇതാണ് നമ്മൾ ഇവിടുന്ന് കിട്ടാവുന്നതിൽ വെച്ച് വലിപ്പമുള്ള
ഒരു 1.5-1.25 കിലോ ഒക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, 1.25 നോക്കിയാൽ വെള്ളത്തുള്ളികൾ പോകുന്നതൊക്കെ എനിക്ക് ഉണ്ടാവും. നോക്കിയേ ആ ഫ്രഷ് നോക്കിയേ എന്താ. ഇത് നമ്മളിവിടെ കിട്ടുന്ന ഏറ്റവും വലുതാണ്. ഇതുപോലെ കിട്ടേണ്ടതാണ് ഇവിടെ എല്ലാം അല്ലേ. കിട്ടിയിരുന്നെങ്കിൽ എല്ലാം നല്ല ലാഭമായേനെ. ഇതും ആ മുഴുപ്പ് തന്നെ അതുകൊണ്ട് അല്ലേ. അത് ഏകദേശം ഇതും വലുതാ. നോക്കിയാ പറിക്കണോ? പറിച്ചു. ഒരെണ്ണം മാത്രമല്ല എന്ന് നമ്മൾ കാണണമല്ലോ. നോക്കി ഇത് ഒരെണ്ണം, ഇത് അടുത്ത് അതേപോലെ തന്നെ ഇത് വലുതാണിത് കണ്ട. യെസ്, ഇച്ചിരി പുഴുവൊക്കെ കാണും. ആദ്യത്തെ ഒക്കെ കുറച്ച് കളയേണ്ടി വരും അല്ലേ. നമ്മൾ എന്ത് വളമൊക്കെ പച്ചക്ക് വേണേലും കഴിക്കാം അല്ലേ. ഇതിന് നമ്മൾ ആദ്യം നമ്മുടെ കാടവളം നമ്മൾ കൾച്ചർ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ നല്ല അടിവളം കൊടുക്കും അതിന്റെ കൂടെ. കാടവളം അത് ആദ്യം കൊടുക്കണം അല്ലേ. അത് കഴിഞ്ഞിട്ട് ബാക്കി വളങ്ങൾ ചെയ്യും. ഇതാണ് നമ്മുടെ സംഭവം. നോക്കിയേ, ക്യാബേജ്. ഇപ്പൊ നമ്മൾ കണ്ടത് പച്ച ക്യാബേജ്. ഇനി വേറെ ക്യാബേജ് കാണിച്ചില്ല. അങ്ങോട്ടേക്ക് നോക്കിയേ. നമുക്ക് ഈ വരമ്പിലൊക്കെ ചവിട്ടാൻ പേടിയാണ്, കാരണം എന്തെങ്കിലും നഷ്ടപ്പെടും. ഇവർക്ക് പിന്നെ കുഴപ്പമില്ല, നിത്യത്തിലുള്ള അഭ്യാസം ആയതുകൊണ്ട് നമുക്കറിയാം. അതെ, അറിയത്തില്ല, അതാണ് പ്രശ്നം. അതാണ് പേടി. ഇനി നമ്മൾ പച്ച കണ്ടില്ലേ, ഇങ്ങോട്ട് തിരിച്ചേ. ഇതാണ് അടുത്ത ടൈപ്പ് അല്ലേ. ഇത് മഴ വന്നപ്പോ പോയതാ കേട്ടോ. ആണോ? ഇതും പോയതാണല്ലോ മഴ വന്നപ്പോ. ഇതാണ് നമ്മുടെ ബ്രൗൺ അല്ലേ. ഇത് നോക്ക് രഞ്ജിത്ത്, ഒന്ന് പൊളിച്ചു നോക്കിയേ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ക്യാബേജ് എല്ലാം പൊളിച്ചു നോക്കാം. നമുക്കറിയണ്ടേ അത്. അതെ, പുറത്തും ഒരേ കളറാണോ? യെസ്. വൗ, ഇത് കണ്ട. യെസ്, വാ, എന്താന്ന് നോക്കിയ നിറം, അടിപൊളി നിറം. ഇത് പ്രത്യേക കളറാണല്ലേ. ഇത് ആക്ച്വലി ഇത് ഇത്ര മുഴുക്കുള്ള ബിൻസേജി. ഇത് കുറച്ചുകൂടെ ആകും, നമുക്കിത് ഇത്ര ആവുള്ളൂ അല്ലേ. ഇച്ചിരി പറിക്കാനുള്ള മുഴുപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ചേട്ടാ ഇത് പറിക്കുവാണോ? പറിക്കുക. മഴയുടെയാ? ഇന്നലെ പെയ്ത മഴക്ക് എത്ര ദിവസം അടുപ്പിച്ച് മഴ ഉണ്ടായിരുന്നു ഇവിടെ? മെയ് മഴയായിരുന്നു അല്ലേ. ഇതാണ് ബിൻസേച്ചിയുടെ മഴമറ അല്ലേ. യെസ്, ഇവിടെ നമ്മള് ഫുള്ള് ഇതായിട്ടാണ്. എൻ്റെ പേരെന്നാണ്? കുക്കുംബറായിട്ടിരിക്കണം അല്ലേ. യെസ്, ഇതാണ് നമ്മൾ നേരിട്ട്. അതെ, ഇതൊക്കെ ഭാഗ്യമാണ്. കാരണം ഇങ്ങനെ നമുക്ക് ഇപ്പൊ ഇത്രയും മഴ പെയ്തില്ലേ ബിൻസേച്ചി, അപ്പൊ പുറത്തെല്ലാം പോയില്ലേ. ഇതിന്റെ അകത്ത് അതാണ് മഴമറ അല്ലേ. അല്ലെങ്കിൽ ഇതും പോയാൽ എന്നും കൃഷിയാണ്. അത് ഞാൻ ഈ ക്യാബേജും അതുമൊക്കെ മഴമറൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. ഓ, മഴമറ ഉണ്ടെങ്കിൽ ഇതെല്ലാം സക്സസ് ആകും ഫുൾ ടൈം അല്ലേ. പോളിഹൗസ് അല്ല മഴമറ. പോളിഹൗസ് ഇത്ര ചെയ്യണമെങ്കിൽ ഇതിന്റെ ഇരട്ടി ചെലവാണ്. മഴമറ ആകുമ്പോൾ അത്രയും പൈസ വരത്തില്ല, പക്ഷെ നമുക്ക് വിളവ് കറക്റ്റായി കിട്ടുകയും ചെയ്യും. അടിപൊളി. അതാണ് മഴ. നോക്കിയേ, ഇവിടെ നോക്കി കാണാം. ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ ചേട്ടനെ പറിച്ചോണ്ടിരിക്കുക. ഉണ്ട് അവിടെയൊക്കെ നിറച്ചും അല്ലേ. ആണ്. അടുത്ത ആഴ്ചയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേനും ഇതിന്റെ തീരും. അപ്പൊ നമ്മൾ അടുത്ത മഴമറയിലേക്ക് സെറ്റ് ചെയ്യും. എത്ര ഉണ്ട് മഴമറ? നമുക്ക് 3 ഉണ്ട് അല്ലേ. മാത്രമല്ല പറിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. കൈ പിടിക്കാനുണ്ടല്ലേ. വലിയ അധ്വാനം ഇല്ലാത്ത പണിയാണ് കുക്കുംബർ പണി. നോക്കിയാ വളരെ സിമ്പിളാണ്. നോക്കിയാ അടിപൊളി കേട്ടാ. ഇതിന് ഭയങ്കര ആവശ്യക്കാരാണല്ലേ കുക്കുംബർ അല്ലേ. മഴമറ ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും നന്നായിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ നമുക്ക്. ഈ വെറൈറ്റി മഴമറയിലേ പറ്റത്തുള്ളൂ. ഇത് അല്ലെങ്കിൽ പൊട്ടല് വീട് അങ്ങനെ പ്രശ്നം ഉണ്ടാവുക. എങ്ങനെ നമ്മള് പുറത്തുണ്ടാകത്തില്ല. ഓക്കെ, ഇവിടെ വരുന്നവർക്കൊക്കെ നോക്കിയാൽ അഭിനയിച്ചുകൊണ്ട് വരുന്നവർക്കൊക്കെ കൊണ്ട് ആ സാധനം കൊണ്ട് കൊടുക്കാൻ പോയി പുള്ളി. ഇവിടെ ഗസ്റ്റ് എപ്പോഴും ഇങ്ങനെ കാണാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കും. വരുമ്പോൾ അവർക്ക് ഇവിടെ ഉണ്ടാകുന്ന പച്ചക്കറിയും അതുപോലെ ഇതൊക്കെ പറിച്ചു കൊടുത്ത് ആ സന്തോഷം പങ്കിടുക എന്നൊരു സുഖമാണ്. ഇത് ഏത് തരം ബീൻസ് അനുസരിച്ച്? ബെല്ലി ബീൻസ് എന്ന് പറയും. ബെല്ലി ബീൻസ് അല്ലേ. രഞ്ജിത്ത് ഇത് കൂട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, തീരെ ചെറുതാണ്. അത് ഞാൻ ഭയങ്കര നീട്ടമുള്ളത് വണ്ണമുള്ള കണ്ടിരിക്കുന്നത്. അത് വേറെ ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ്. എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട്, വളം കൂടുതൽ കൊടുക്കുന്നോണ്ടാണോ വലുതാകുന്നത്, വളം കുറഞ്ഞുകൊണ്ടാണോ ചെറുതാകുന്നതെന്നൊക്കെ. അങ്ങനൊന്നുമില്ല, ഇതൊരു ഇനത്തിന്റെ വ്യത്യാസമാണ്. അത് നമ്മൾ ഈ ഇനം നമ്മൾ എടുക്കാൻ കാരണം എന്താണ്? നമ്മൾക്ക് എപ്പോഴും വെറൈറ്റി നമ്മളെപ്പോഴും കൃഷി ചെയ്യുമ്പോഴും വെറൈറ്റി നോക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ.
പക്ഷെ ഇതിന്റെ ഇരട്ടി ലാഭമാണ് നമ്മൾ ഹൊസൂർ ബീൻസ് നട്ടാല്. കാരണം വലിപ്പം ഉണ്ടല്ലോ, വെയിറ്റ് കൂടും. വെയിറ്റ് കൂടും. ഇത് കണ്ടോ, ഇത് ഒരെണ്ണം ഒടിച്ചു നോക്കിയത് ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലേ? ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് ബീൻസ്. ഹായ്, ഇത് ചുമ്മാ നാരില്ല. കണ്ടോ, നാരില്ല. ഓക്കെ, ഇത് കണ്ടോ, ഇത് നമ്മൾ പല അച്ചിങ്ങ പിടിക്കുക അല്ലേ ബീൻസ്. മറ്റേ ബീൻസ് പിടിച്ചാൽ ഇങ്ങനെ നാരും നിൽക്കും. അതില്ല, അതാണ് ഈ ബീൻസിന്റെ പ്രത്യേകത അല്ലേ? നോക്കിയേ, ഒരു ബീൻസ് നിസ്സാര സമയം കൊണ്ട് പിടിച്ചെടുത്ത് നോക്കിയേ. എനിക്ക് തോന്നുന്നു പൊതുവെ ഇതിന് വിലയും കൂടുതലാണെന്ന് തോന്നുന്നു. ആണോ? പുറത്ത് കിട്ടുന്നിടത്തൊക്കെ സാധാരണ ബീൻസിനേക്കാൾ വില കൂടുതലാണ്. അതെ. മൊത്തം ഇത് ഞാൻ നോക്കിയപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇനി വളരാനുള്ളതെന്ന് വിചാരിച്ചത്. ഇത് പറിക്കാനുള്ള മുഴുപ്പ് അല്ലേ? ഇതെല്ലാം പറിക്കാനുള്ള അല്ലേ? പിന്നെ നമ്മൾ ഒത്തിരി മൂത്ത് പോകുന്നിടം വരെ ഇടുകയില്ല. ഒരു 3/4 പരുവമൊക്കെ ആകുമ്പോൾ പറിക്കും. 3/4 പരുവാകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതായി. ഇതിന് പക്ഷെ കുറച്ചുകൂടെ മൂത്ത് പോയാലും പ്രശ്നമില്ല. മറ്റുള്ള ബീൻസ് പോലെ അരിയാകത്തില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും കുറെ നാൾ. ഇത് ഈ ഒരു മഴമുറിക്കകത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ നമ്മളിത്. ഇതാണ് നമ്മൾ കാണാൻ നല്ല രസമല്ലേ അല്ലേ? ഒരു മരം ഇങ്ങനെ നിൽക്കുന്ന പോലെ. അടിപൊളിയല്ലേ ബ്രൊക്കോളി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കണം. ഇപ്പൊ നമ്മൾ ഓരോ സാധനം കഴിച്ചോണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതിന്റെ യഥാർത്ഥ രുചി എന്താ നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. കാരണം അല്ലാതെ നമ്മൾ കറക്റ്റ് രുചി നമുക്ക് ഇതിനും കിട്ടില്ല. ഇതിപ്പം ഓരോന്നെ കഴിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു രക്ഷയില്ല. ഇതൊക്കെ പറിക്കാറായിരിക്കാണല്ലേ ബ്രൊക്കോളി ഒക്കെ അല്ലേ? ഇത് നമ്മള് സത്യം പറയാലോ രഞ്ജിത്ത്, ഈ ബ്രൊക്കോളി ഇന്ന് വരെ ഞാൻ കറി വെച്ചിട്ടില്ല. ഇല്ല, അതിനാ എനിക്കറിയത്തില്ല. ഈ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളൊന്നും കറി വെക്കാൻ അറിയത്തില്ല. പാവം, അയ്യോ. കൃഷി വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടാ കൃഷി ചെയ്യും. യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യാം, പക്ഷെ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അതായത് എന്ത് വ്യത്യസ്ത കണ്ടാലും അത് കൊണ്ടുവരുന്ന ആഗ്രഹം ഭയങ്കര. അപ്പൊ എങ്ങനെയെങ്കിലും അത് ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷെ അതിന്റെ വിറയെ പോകത്തില്ല. ഇതിപ്പം ഇത് ഹൊസൂർ ബീൻസ്. ഇത് പുറത്തിട്ടാ കുഴപ്പമില്ല. ഇല്ല, ആ ബീൻസ് എല്ലാം പുറത്തിടാം. നമ്മള് പിന്നെ ഒരു സൗകര്യത്തിന് വേണ്ടിട്ട് വെറുതെ അങ്ങ് മാറി ചെയ്യുന്നേ. മഴ മറക്കാതെ വെച്ചേയുള്ളൂ അല്ലേ? ഇത് ഒരുപാടൊന്നും ഇല്ല, കണ്ടല്ലോ, ഒത്തിരി ഒന്നും ഇല്ല. ഉള്ളതിനെ നമ്മള് ഭംഗിക്ക് ചെയ്യും. ഇനി നമുക്ക് ഇത്ര നേരം നമ്മൾ ഈ പറയുന്ന 2 ഏക്കർ സ്ഥലത്തിലുള്ള കുറെ സാധനം കണ്ട് ഇനിയുണ്ട് കാണാൻ വേണ്ടി. ചെറിയ ചെറിയ രീതിയിൽ ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് കാണേണ്ട ഒരു സാധനമുണ്ട്, നമ്മുടെ ബിൻസിയുടെ വീട് അല്ലേ? ഇതാണ് നമ്മുടെ ബിൻസി മാഡത്തിന്റെ വീട്. ഇതിങ്ങനെ നമ്മൾ രാവിലെ തൊട്ട് ഈ ആഴ്ച പോകുന്നതാണ്. നമ്മൾ സൺഡേ ആണ് വിളവെടുപ്പ്. എന്നിട്ട് പറിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തിങ്കളാഴ്ച കൊടുക്കും അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ ബിൻസി വീട് കാര്യങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോ എനിക്ക് കാഴ്ചക്കൊരു കണ്ണിനൊരു കുളിർമയും അതുപോലെ മനസ്സിന് സന്തോഷമാണ്. കാരണം ബിൻസിച്ചിരി ഈ റിച്ചെ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം, പ്രത്യേക ഒരു സന്തോഷം തോന്നേണ്ടതാണ്. അതാ പറഞ്ഞത്. കാരണം ഞാൻ അതിൽ നിന്ന് ബിൻസി ഇത്രയും വലിയ മാറ്റം കാണുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കര വലുതാ. അപ്പൊ വീണ്ടും മറ്റൊരു അതുവരെ ബൈ ബൈ.